പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, ആ യുദ്ധം ദൈവം തന്നെ നടത്തും. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം നമ്മുടെ മുൻപിൽ വീണ്ടും ദൈവം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഭദ്രമായി നമ്മെ സൂക്ഷിച്ചു, പരിപാലിച്ചു. തൻ്റെ ചിറകിൻ കീഴിൽ നമുക്ക് വേണ്ട എല്ലാ സംരക്ഷണവും, ജീവനും ഭക്തിക്ക് ആവശ്യമായതൊക്കെയും തന്ന് നമ്മെയും നമുക്കുള്ളതിനെയും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ പരിപാലിച്ച സർവശക്തൻ്റെ സൂക്ഷിപ്പിനും കാവലിനും ഭദ്രതയ്ക്കുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി ഈ തരുണത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മോട് പറയുന്നത്, ഈ പടയിൽ പോരാടുവാൻ നിനക്ക് ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. യുദ്ധത്തിൻ്റെ കാലമാണ്, പ്രയാസങ്ങളുടെ കാലമാണ്, ബുദ്ധിമുട്ടുകളുടെ കാലമാണ്, പകയുടെയും പോരാട്ടത്തിൻ്റെയും കാലമാണ്. ഒളി സങ്കേതങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒളിപ്പോരാളികൾ നമുക്കെതിരായി യുദ്ധം ചെയ്യുന്ന കാലഘട്ടമാണ്. അക്ഷരിക യുദ്ധത്തെക്കുറിച്ചല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുന്നത്. ഒരാത്മീക ജീവിതത്തിൽ നാം നേരിടുന്ന പ്രയാസഘട്ടങ്ങളെക്കുറിച്ചാണ്. ഒരു യുദ്ധമുഖം നമ്മൾ കാണുമ്പോൾ, ഒരു പ്രയാസഘട്ടം കാണുമ്പോൾ, അത് നമുക്ക് കൊണ്ട് വഹിക്കാൻ കഴിയാത്ത യുദ്ധമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാൻ നമ്മൾക്ക് പ്രേരിതമാകണം. യഹോശാഫാത്തും ഇസ്രായേൽ ജനവും ഒരു യുദ്ധ സാഹചര്യത്തിലെത്തിയ സന്ദർഭത്തെക്കുറിച്ചാണ് നാം ഇന്ന് വായിച്ചത്. അമോന്യരും മോവാബ്യരും സെയീർ പർവ്വത ദേശക്കാരും 3 രാജാക്കന്മാർ ചേർന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് അവരുടെ രാജാവായ യഹോശാഫാത്തിനോടും യുദ്ധം ചെയ്യുവാൻ വന്ന ഒരു സാഹചര്യത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്കായി വളരെ പ്രത്യാശാജനകമായ സന്ദേശമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെ 3 രാജാക്കന്മാർ അവരുടെ മുൻപിൽ വന്നപ്പോൾ യഹോശാഫാത്തിന് മനസ്സിലായി, അവരോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ യഹോശാഫാത്തിന് ഇസ്രായേൽ ജനത്തിന് പ്രാപ്തിയില്ല, കഴിവില്ല. അങ്ങനെ കഴിവില്ലാത്തത് കൊണ്ട് അവർ തോറ്റോടുകയല്ല ചെയ്തത്, ശത്രുക്കളുടെ മുൻപിൽ ചെന്ന് കീഴടങ്ങുകയല്ല ചെയ്തത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാൻ അവരിൽ ചില പ്രധാനികൾ തീരുമാനമെടുത്തു. ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ അവർ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരികയുണ്ടായി. ദൈവാത്മാവ് അവരോട് സംസാരിച്ചു. എന്താണെന്നറിയാമോ? ഈ യുദ്ധം നിങ്ങളുടേതല്ല, നിങ്ങൾ ഇതിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, ഈ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അപ്പോൾ നമുക്കൊരു യുദ്ധം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഒരു പോരാട്ടം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, നമുക്ക് കടന്നുകൂടുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, നാം ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് യാചന കഴിക്കുമ്പോൾ ദൈവാത്മാവ് നമുക്കൊരു ബോധ്യം തരും. അത് നമ്മൾ വാസ്തവമായി പോരാടേണ്ട യുദ്ധമാണോ, അതോ നാം മൗനമായിരിക്കേണ്ട യുദ്ധമാണോ? ചില യുദ്ധങ്ങൾ നമുക്ക് പോരാടേണ്ടതായിട്ടുള്ളതല്ല. കാരണം നാം ആ യുദ്ധത്തെ കാണുന്നതിന് മുമ്പ് തന്നെ ദൈവം ആ യുദ്ധത്തെ കണ്ടു. ദൈവം ആ യുദ്ധം ഏറ്റെടുത്ത് കഴിഞ്ഞു. തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെയാണ്. നോക്കൂ, പുതിയ നിയമകാലത്ത് പല ലഹളകളും സഭയിൽ നടക്കുമായിരുന്നു. ഉപദേശ സംബന്ധമായ വഴക്ക്, ജാതി സംബന്ധമായ വഴക്ക്, രക്ഷസംബന്ധമായ വഴക്ക്, അല്ലെങ്കിൽ പല രീതിയിലുള്ളതായ പോരാട്ടങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു. മനുഷ്യർ തമ്മിൽ പോരാടിയിരുന്നു, മനുഷ്യർ തമ്മിൽ കയ്യാങ്കളി നടത്തിയിരുന്നു, മനുഷ്യർ തമ്മിൽ അടിപിടിയും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. എന്നാൽ അങ്ങനെയൊക്കെയുള്ള സ്ഥാനത്ത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരോടൊരു കാര്യം അവർക്ക് ബുദ്ധി ഉപദേശിച്ചു. നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് പോരാട്ടവും വഴക്കും പ്രശ്നങ്ങളും യുദ്ധവും ഉള്ളത് ജഡരക്തങ്ങളോടല്ല. യെസ്, മനുഷ്യരോടല്ല നമുക്ക് യുദ്ധമുള്ളത്. പിന്നെ എവിടെ, ആരോടാണ് യുദ്ധം? താൻ പറയുകയാണ്, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 12-ാം വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ.
അപ്പോൾ 3-4 കാര്യങ്ങൾ ആരോടാണ് നമുക്ക് യുദ്ധമുള്ളതെന്ന് പൗലോസ് എടുത്ത് കാണിക്കുകയാണ്. പക്ഷെങ്കിൽ ഈ യുദ്ധമുഖത്തെ ആർക്ക് കാണാൻ കഴിയും? നിങ്ങളിൽ ആരെങ്കിലും ആകാശമണ്ഡലത്തിലെ സേനയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളിൽ ആരെങ്കിലും വാഴ്ചകളെയും അധികാരികളെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യമായ ചില ശക്തികൾ ബാഹ്യമായി വിശുദ്ധ ജനത്തിന് എതിരായി പോരാടുന്നു എന്നർത്ഥം. അവരെ ഒന്ന് കണ്ടിട്ടല്ലേ അവരോടൊന്ന് യുദ്ധം ചെയ്യാൻ കഴിയൂ. എങ്ങനെ അവരെ കാണാൻ കഴിയും? അവരോട് യുദ്ധം ചെയ്യണമെന്നുണ്ട്. എന്നാൽ അവരെ കാണാൻ കഴിഞ്ഞാൽ നമ്മൾ ഈ ജഡപ്രകാരമുള്ള യുദ്ധം ഉപേക്ഷിക്കും. ലോകമനുഷ്യരുമായിട്ട് നമ്മൾക്കുള്ളതായ അല്ലെങ്കിൽ ഈ അക്ഷരികമായിട്ടുള്ളതായ യുദ്ധത്തെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് ആ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ പോകും. പക്ഷേ അവരെ എങ്ങനെ കാണാൻ കഴിയും? പ്രാർത്ഥനയിൽ പോരാടുന്ന ജനങ്ങൾക്ക് മാത്രമേ അവരെ കാണാൻ കഴിയുള്ളൂ. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ, വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ നിനക്കൊരു പ്രതിഷ്ഠയുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നേരിടുന്നതായ നിന്നെ അശക്തനാക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്നതായ ചില ബാഹ്യ ശക്തികളെ നിന്റെ കൺമുമ്പിൽ ദൈവം നിനക്ക് കാണിച്ചു തരും. നോക്കൂ, ഇസ്രായേൽ നാം വായിച്ചതായ വേദഭാഗത്തിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവർ ദൈവത്തോട് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ആ യുദ്ധത്തെ കണ്ടു. അവർ കടന്നു വരുന്ന വഴിയെ കണ്ടു. ആ തോട്ടിനരികത്തെയും മലകളെയും കുറിച്ചൊക്കെ ദൈവം മുന്നമേ ദർശിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇസ്രായേൽ ജനം ദർശിച്ചത്. ദൈവം അവരോട് പറയുകയാണ്, ഇന്ന ഭാഗത്തൂടെ നിന്റെ ശത്രുക്കൾ കയറി വരുന്നു. പക്ഷെങ്കിൽ നീ ഭയപ്പെട്ടു പോകരുത്, നീ യുദ്ധത്തിൽ പങ്കെടുക്കരുത്, നീ മൗനമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ യുദ്ധം ദൈവത്തിനുള്ളതാണ്. അങ്ങനെ ദൈവത്തിനുള്ള യുദ്ധമാണെന്ന് ദൈവം നിനക്ക് വെളിപ്പാട് തന്നാൽ പിന്നെ നമുക്ക് ചെയ്യുവാനുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതേ അധ്യായത്തിൻ്റെ അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, യഹൂദ്യരൊക്കെയും തങ്ങളുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മാതാപിതാക്കളോടും കൂടെ ഒക്കെ ചേർന്നുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു. ഒരു വശത്ത് ശത്രുക്കൾ അണിനിരന്നിരിക്കുകയാണ്. ആ ശത്രുക്കളുടെ ശക്തി വളരെ വളരെ ബഹുല്യമാണ്. അവരോട് പോരാടുവാൻ തക്ക ആയുധങ്ങൾ നിന്റെ കയ്യിലില്ല. അക്ഷരികമായ യുദ്ധം നിനക്കുള്ളതല്ല എന്ന് ദൈവം നിന്നോട് സംസാരിച്ചു. പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രാർത്ഥനയിലുള്ളതായ ഒരു പോരാട്ടം നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം മാറ്റിവെച്ചു. അപ്പോൾ കുടുംബമായി ആ യുദ്ധത്തിൽ പങ്കുചേരുവാനുള്ള ഒരു സാഹചര്യം അത് പ്രാർത്ഥനയുടെ മുഖമാണെന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. അതേ അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, അവർ പാടി സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ശത്രുക്കൾ അവിടെ വീഴുവാൻ തുടങ്ങി. വാളിൻ്റെ വായ്ത്തലയല്ല, ആ ശത്രുക്കളുടെ ഹൃദയത്തിൽ ദൈവം വലിയൊരു വിഭ്രമം അയച്ചു. അവരുടെ കൺമുമ്പിൽ ഇസ്രായേൽ ജനം പടജനമായി തേനീച്ച കൂടെ ഇളകി വരുന്നത് പോലെ വരുന്നതായ ഒരു കാഴ്ച ശത്രുക്കൾ കണ്ടു. അവർ മയങ്ങി താഴെ വീണു. അങ്ങനെ അവർ ജനത്തിൻ്റെ മുൻപിൽ, ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ പട്ടുപോയി, അവർ തകർന്നുപോയി, അവർ താളടിയായി പോയി. അവർ ഇസ്രായേൽ ജനത്തോട് ജയിക്കുവാൻ അവർക്ക് കഴിയാതെ വന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പ്രാർത്ഥനയുടെ ശക്തി, ആരാധനയുടെ ശക്തി, പാട്ടിൻ്റെ ശക്തി, സ്തുതിയുടെ ശക്തി നിന്റെ ജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന്, നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്ന്, നിന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് കുടുംബമായി ഒരു ആരാധനയുടെ ശബ്ദമുയരുമ്പോൾ അങ്ങേപ്പുറത്ത് ദൈവം നടത്തുന്ന പോരാട്ടത്തിന് ശക്തി പകരുകയാണ്. ആ ശക്തി, ആ പോരാട്ടത്തിൻ്റെ ഊർജം വർദ്ധിക്കുകയാണ്. എന്നാൽ നീ മൗനമായിരുന്നാൽ, ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ മുൻപിൽ നീ അങ്ങ് മൗനമായിരിക്കുകയാണെങ്കിൽ, ദൈവത്തിന് ആ പ്രവൃത്തി ചെയ്യാതെ ദൈവവും ആ യുദ്ധത്തെ വിട്ടുകളയും. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, ദൈവം ചെയ്യുന്ന യുദ്ധത്തിനിടയിൽ നീ കൈകടത്തി യുദ്ധം ചെയ്യരുത്. നീ യുദ്ധം ചെയ്താൽ ദൈവം യുദ്ധത്തെ വിട്ടുകളയും. യുദ്ധം ദൈവം ഏറ്റെടുക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മാത്രമുള്ള യുദ്ധമാണ്. അതിൻ്റെ തന്ത്രങ്ങൾ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അവൻ വാളിനാലും കുന്തത്തിനാലും അല്ല ദൈവം യുദ്ധം ചെയ്യുന്നത്. ശത്രുക്കളുടെ മുൻപിൽ ഒരു വിഭ്രമം അയക്കുന്നു,
ഒരു വലിയ മാനസിക പ്രശ്നം അവരുടെ ഉള്ളിൽ അയക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെ, വിചാരങ്ങളെ ദൈവം മാറ്റുന്നു. ദൈവം സൃഷ്ടിച്ചതായ ആ മനുഷ്യ ഹൃദയങ്ങളിൽ വിഭ്രമം അയക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ആ ദൈവം അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഇതാ നിനക്ക് വേണ്ടി ഒരു ജയത്തിൻ്റെ പാത തുറന്നു തരികയാണ്. ദൈവത്തിന് മഹത്വം. നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഒരു യുദ്ധ കാലഘട്ടത്തിലാണ്. അക്ഷരികമായ യുദ്ധം തകൃതിയായി ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അനേകർ വിഭ്രമമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. നാളെ എന്ത് സംഭവിക്കും, എങ്ങനെ രക്ഷപ്പെടും, നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ച് നമ്മളും പരിഭ്രാന്തരായിരിക്കുകയാണ്. നാം സാരമില്ല, ഇന്ന് തീരും നാളെ തീരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടുകളെ ആശ്വാസത്തിൽ കഴിച്ചുമെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും മുറുകി വരുന്നതായ യുദ്ധമുഖങ്ങൾ, അനേക പാടുകൾ, അനേക ദുരിതങ്ങൾ നമ്മെ കാത്തിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. എന്നാൽ നാം ചെയ്യേണ്ടതായ ഒരു കാര്യം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ നമുക്ക് വ്യക്തമായി കാണിക്കുകയാണ്. ഒന്നാമത്, നമ്മുടെ മുൻപിൽ ഒരു പ്രയാസങ്ങൾ, ഒരു ദുരിതം, ഒരു പോരാട്ടം, അല്ലെങ്കിൽ ഒരു വലിയൊരു യുദ്ധമുഖം, ഒരു മാനസിക പ്രശ്നം, ഒരു കണ്ണുനീർ, ഒരു സങ്കടം നിന്റെ ജീവിതത്തിൽ കാണുകയാണെങ്കിൽ ആദ്യമായി നീ ചെയ്യേണ്ടതായ കാര്യം ദൈവസന്നിധിയിൽ ചെന്ന് നീ തിരയണം, കണ്ടുപിടിക്കണം. ആ യുദ്ധം നിനക്ക് നീ നേരിടേണ്ടതാണോ അതോ ദൈവം ഏറ്റെടുക്കുന്നതാണോ? നീ ചെയ്യേണ്ടതായ യുദ്ധത്തെ ചെയ്യുവാൻ നീ നിന്നെ തന്നെ ശക്തനാക്കണം. എന്നാൽ നിന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ദൈവത്തോട് പറയണം. കർത്താവേ, ഞാൻ ഈ യുദ്ധത്തിൻ്റെ മുൻപിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ അശക്തനാണ്, എനിക്ക് പ്രാപ്തിയില്ല, എൻ്റെ ശത്രുവിൻ്റെ ബലം വലുതാണ്. അങ്ങനെ വരുമ്പോൾ നിന്റെ യുദ്ധത്തെ ഭാരമേറ്റെടുക്കുവാൻ ദൈവം കടന്നു വരും. ദൈവം നിന്നോട് സംസാരിക്കും. ഈ പടയിൽ നിനക്ക് പോരാടേണ്ട ആവശ്യം ഇല്ല. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവം ചെയ്യുന്ന യുദ്ധത്തെ തിരിച്ചറിയുന്ന വിശുദ്ധൻ ആർ? ദൈവം ചെയ്യുന്ന പോരാട്ടത്തെ തിരിച്ചറിയുന്ന മല്ലൻ ആർ? അവർക്ക് ജയം സാധ്യമാണ്. അവർ ജയത്തെ കാണും. അവർ ദൈവത്തോടു കൂടെ നടക്കും. അവർ ദൈവത്തിൻ്റെ ശബ്ദമാരായും അവർ ദൈവത്തിൻ്റെ ശബ്ദം അനുസരിക്കും. അവർ ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെടും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. വാഴ്ചകൾ, അധികാരങ്ങൾ, ലോകാധിപതികൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, ആകാശത്തിലെ ദുഷ്ടാത്മസേന. നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് ഇവരെ ആരെയും നമുക്ക് കാണുവാനും ഗ്രഹിക്കാനും അവരാരാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയില്ല. പക്ഷെങ്കിൽ ഒരാൾ തിരിച്ചറിയുന്നുണ്ട്, ദൈവം അവരെ കാണുന്നു. ദൈവം അവരുടെ ശക്തിയെ തിരിച്ചറിയുന്നു. ദൈവം അവരുടെ ഉദ്ദേശത്തെ തിരിച്ചറിയുന്നു. അതൊന്നും നിനക്ക് ദോഷകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നീ പ്രാർത്ഥനയുടെ ശക്തിയിൽ നിന്നെ തന്നെ ബലപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയർത്തപ്പെടുന്നുണ്ടെങ്കിൽ, ആരാധനയുടെ ബലം നിന്നിൽ ഉയരുന്നുണ്ടെങ്കിൽ, അവിടെ ഇതാ ജയം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവം നിന്നെ മാനിക്കും. ദൈവം നിന്റെ സന്തതികളെ, ആ നന്മകളെ കാണുവാനും ആ ദൈവത്തിൻ്റെ ജയത്തെ കാണുവാനും അവരെയും നിന്നോടൊപ്പം ശക്തിപ്പെടുത്തും. നിന്റെ തലമുറകൾ ദൈവം ചെയ്യുന്ന യുദ്ധത്തിൽ ആശ്രയിക്കും, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കും. അങ്ങനെ പ്രത്യാശയുള്ള ഒരു ജീവിതം, ക്രിസ്തീയ ജീവിതം, ഈ വക്രതയും കോട്ടവുമേറിയ ഈ തലമുറയിൽ ദൈവം നമുക്ക് തെരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.